ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക്, അതായത് വെയിറ്റ് ലോസൊക്കെ നോക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ഇതേപോലെ വലുപ്പത്തിൽ അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റാണ് നമ്മുടെ ഇതിലെ ഏറ്റവും വേവ് കൂടിയിട്ടുള്ള വെജിറ്റബിൾ. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ ഇടുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് പോരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ വരികയും വേണം. നമ്മൾ ഈ ചൈനീസ് ഡിഷസൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കവും ഒരു വലിയ സവോളയും ഇതേ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർക്കുകയാണ്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെജിറ്റബിൾസൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് മാറ്റി ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാമെങ്കിലും ക്യാരറ്റും ക്യാപ്സിക്കും ഒഴിവാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് സോയാ സോസാണ്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഡാർക്ക് സോയാ സോസാണ്. അപ്പോൾ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ കൂടുതൽ ചേർക്കേണ്ടി വരും. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഒന്ന് ചെറുതായിട്ട് കടിക്കുന്ന രീതിയിൽ വേണം വെന്ത് കിട്ടാനായിട്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾസ് ചുമ്മാ അരിഞ്ഞ് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കങ്ങനെ ബോറടിക്കൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഫീലിംഗ് വരില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രോക്കോളിയാണ്. അപ്പോൾ ബ്രോക്കോളി ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുക. ബ്രോക്കോളിക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ ഞാനിതൊന്ന് ആവിയിൽ വേവിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റുമ്പോൾ ബ്രോക്കോളി അങ്ങനെ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ബ്രോക്കോളി കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ബ്രോക്കോളി കിട്ടാത്തവർക്ക് കോളിഫ്ലവറും ബീൻസോ ബീട്രൂട്ടോ ഇതൊക്കെ ഇതിനകത്ത് പകരമായിട്ടൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രോക്കോളിയിലേക്ക് സോയാ സോസും നമ്മുടെ ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഈ സാലഡിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ ചിക്കൻ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ചിക്കനും മുട്ടയും ഒന്നുമില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചിലപ്പോൾ മഷ്റൂമും കൂടെ ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിളിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ മുട്ട ചേർത്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കുക. മുട്ടയൊന്നും വേർപെട്ട് പോകാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡയറ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഡയറ്റ് എടുക്കുന്നവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.